ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ്. ഞാൻ രൂപേഷ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒരു അടിപൊളി ഓണാഘോഷ പരിപാടിയിലാണ്. നമ്മളുടെ സഹപ്രവർത്തകരുമായി ഒരു സന്തോഷ ആഘോഷ പരിപാടിയിലേക്കാണ് നിങ്ങളുടെ കാഴ്ച ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളുടെ ഡയറക്ടേഴ്സിനും അതേപോലെ നമ്മളുടെ ഹയർ ലെവൽ മാനേജേഴ്സിനും ഒക്കെ ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഓണാഘോഷ പരിപാടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മളുള്ളത് കരിങ്കല്ലത്താണി സഫ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഓണപരിപാടി നമ്മളെ ഷോറൂം സ്റ്റാഫും അതേപോലെ തന്നെ നമ്മുടെ സ്കീം സ്റ്റാഫും ഒരുമിച്ചാണ് ആഘോഷിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിയോടുകൂടി ഇവിടെ എത്തി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പൂവും കാര്യങ്ങളൊക്കെ വന്ന് നേരെ പൂവ് അരിയാനും കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. അപ്പോൾ പൂക്കളം വരയ്ക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ ഇന്നലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ദിലീപാണ് നമ്മളെ പൂക്കളം വരയ്ക്കാനുള്ള പൂക്കളത്തിൻ്റെയൊക്കെ മെയിൻ ആർട്ടിസ്റ്റ്. അപ്പോൾ നമുക്ക് അത്ര കലാവാസന ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൂവുകൾ അരിയാനും കലാവാസന അത്യാവശ്യം വേണ്ടാത്ത ചില പരിപാടികളിലേക്കൊക്കെയാണ് നമ്മൾ കടന്നിട്ടുള്ളത് കേട്ടോ. ഒരിടത്ത് പൂവ് ചെറുതാക്കി അരിയുന്നു, ഒരിടത്ത് പൂക്കളം ഇടാനുള്ള തറയിൽ പൂക്കളം വരയ്ക്കുന്നു, അങ്ങനെ ഒരിടത്ത് പാട്ട് വയ്ക്കുന്നു, പാട്ടിന് ഡാൻസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ രസകരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ദിലീപും അമീറും ഗഹനമായ പരിപാടികളിലാണ്. നമ്മൾ പൂവ് നമ്മളെ കളത്തിലേക്ക് വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ദിലീപ് ഐഡിയ പറഞ്ഞു കൊടുത്താണ്, അമീർ അത് കേട്ടുകൊണ്ട് ചെയ്യാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അവിടെ കൂടി. അപ്പോൾ ഞങ്ങൾ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വൈബ് ടീമായിരുന്നു കേട്ടോ. നമ്മളെ എല്ലാ ടീമും വൈബ് ടീമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, അത് വളരെയധികം സന്തോഷം നൽകിയ ഒരു ദിനമായിരുന്നു ഇന്ന്. വളരെ രസകരമായ ഒരു ദിവസമായിരുന്നു കേട്ടോ. വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങൾ, നല്ല നല്ല പാട്ടുകൾ, ഡാൻസ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിലൊക്കെ കുറേ പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസകരമായ ഒരു ദിവസമായിരുന്നു. ഓണം ശരിക്ക് വരുന്നേ ഉള്ളൂ. നാളെയും മറ്റന്നാളൊക്കെയാണ് ഓണം. അതായത് 1-ാം ഓണം നാളെയും തിരുവോണം മറ്റന്നാളുമാണ്. ഞങ്ങൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നാളെ മറ്റന്നാളൊക്കെ നമുക്ക് അവധിയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുൻപെന്ന നിലയിൽ നമുക്ക് 3-ാം തീയതിയാണ് ഓണാഘോഷത്തിനുള്ള പരിപാടി, അതിനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ നമ്മളെ കമ്പനി തന്നത്. അതിനും പ്രത്യേക ഒരു നന്ദി നമ്മുടെ കമ്പനിയോട് അറിയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ രസകരമായ ഒരുപാട് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഒരുപാട് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾ. ഞാനും ഡ്രസ് കോഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റുന്ന ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. വളരെ രസകരമായ രീതിയിലുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. Sun hitting my shades. Oh, yeah. Riding low and slow. This vibe never fades. Palm trees dancing in the hazy sunlight glow. West Coast rhythm, let the good times flow. Cruising, grooving, feel that funky breeze. Talk about singing, setting spirits at ease. From the hills to the shore, ain't no second guessing. In these Cali streets, we count every blessing. Double Dutch beats bumping, trunk ride smooth. Neighbors nodding heads, they're catching the groove.
പാടുന്ന പാട്ടുകളും നമുക്ക് അവിടെ വെക്കുന്ന പാട്ടുകളും ഒക്കെ നമ്മൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അത് കാണിക്കാൻ പറ്റാത്തത്. നല്ല നല്ല ഗായകർ നമ്മുടെ കൊളീഗ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരുപാട് പേര് മാറി മാറി പാടി. അരുൺ ചേട്ടൻ തന്നെ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ആദിൽ, അതേപോലെ ആ ചേച്ചി, ഒരുപാട് പേര് പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാം വളരെ രസകരമായ പാട്ടുകൾ തന്നെ ആയിരുന്നു കേട്ടോ. Sun hitting my shades. Oh, yeah. Riding low and slow. This vibe never fades. What's up? Palm trees dancing in the hazy sunlight glow. West Coast rhythm, let the good times flow. Cruising, grooving, feel that funky breeze. Talk about singing, setting spirits at ease. From the hills to the shore, ain't no second guessing. അങ്ങനെ നമ്മളെ മെയിൻ ഗഫൂർക്ക് എത്തിയിട്ടുണ്ട്. ഇനി എല്ലാം മൂപ്പര് സെറ്റായിക്കോളും. സദ്യൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പരാണ് ഏറ്റുള്ളത്. അടിപൊളി സദ്യയാണ്. 15-16 കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. പായസമൊക്കെ അടിപൊളിയാവുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ഉണ്ട് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മുടെ പൂക്കളത്തിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ സദ്യയുടെ ഡീറ്റെയിൽസും നമ്മുടെ ഡാൻസ്, പാട്ട്, നമ്മൾ വൈബ് ചെയ്ത വൈബ് ഓണം അല്ലെങ്കിൽ ഓണം മൂഡ്, ഓണം വൈബ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും നമ്മളെ കൂടെ കൂടി ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഹായ് ഹലോ. അപ്പോൾ ഞങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി പാട്ടാണ് വെച്ചിട്ടുള്ളത്. പാട്ട് നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പാട്ടൊന്നും വെക്കാൻ പറ്റാത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ ഞങ്ങളുടെ ഡാൻസും പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. നമ്മൾ ഒരുപാട് പ്ലേസുകൾ പോയത്, അതേപോലെ ഫുഡിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം ഒന്ന് എടുത്ത് കാണണേ. What's good? Laughter echoes loud through the laid back beat. Golden hour grin, city lights start to shine. West Coast flavor, every moment divine. What's good? Laughter echoes loud through the laid back beat. Golden hour grin, city lights start to shine. West Coast flavor, every moment divine. You grooving, feel that funky breeze. Oh yeah. Talk, boxing, and setting spirits at ease. Come on, from the hills to the shore, ain't no second guessing. In these Cali streets, we count every blessing. Cruising, grooving, feel that funky breeze. Oh yeah. Talk, boxing, and setting spirits at ease. Come on, from the hills to the shore, ain't no second guessing. അപ്പോൾ നമ്മൾ ഏകദേശം പൂക്കളത്തിൻ്റെ അവസാന മിനുക്ക് പണികളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്സരങ്ങളിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സുന്ദരിക്ക് പൊട്ട് തൊടുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഹണി റോസിനെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സുന്ദരിക്ക് പൊട്ട് തൊടണം. ഒരുപാട് പേരാണ് സുന്ദരിക്ക് പൊട്ട് തൊടാനായിട്ട് വന്നത്. അതിൻ്റെ ഇടയിൽ അരുണേട്ടൻ ഒരു പാട്ട് കൂടി പാടണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂപ്പർക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു പാട്ട് നടക്കുന്ന സമയം കൊണ്ട് നമുക്ക് പൂക്കളം ഫിനിഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു പാട്ടിൻ്റെ സമയത്തിന് നമുക്ക് പൂക്കളം ഏകദേശം ഫിനിഷ് ചെയ്യാൻ പറ്റി. ഏകദേശം എന്നല്ല, നമുക്ക് അവളൊരു വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞ സമയത്തിനകത്ത് തന്നെ നമുക്ക് പൂക്കളം ഫിനിഷ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം.
എന്തായാലും നല്ല രസകരമായ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അത് ചെയ്തെടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. കാണുമ്പോൾ നമുക്കത് സിമ്പിൾ ഡിസൈനായിട്ട് തോന്നും എങ്കിലും ഇത് ഇത്രത്തോളം ചെയ്തെടുക്കാൻ, ഇത്രത്തോളം വൃത്തിയിൽ ചെയ്തെടുക്കാൻ കുറച്ചധികം പണിയെടുക്കണം. അത് അവിടെ ഇരുന്ന് പണിയെടുത്ത് ദിലീപിനെ അറിയുള്ളൂ അതിൻ്റെ റിസ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരം ഒരുപാട് റിസ്ക് ഒക്കെ എടുക്കുമ്പോഴും നമുക്ക് ഇത്തരം കളികളും കാര്യങ്ങളൊക്കെ നമ്മളെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം. ആ ഒരു ഓണം മൂഡ്, ഓണം വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് ബലൂൺ വീർപ്പിക്കുന്ന, ബലൂൺ പൊട്ടിക്കുന്ന, അതായത് പൊട്ടുന്നത് വരെ അത് വീർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. കാറ്റടി അതിനകത്തേക്ക് ഊതി അത് വീർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമ്മൾ പ്രഖ്യാപിച്ചു. ഗഫൂർ ഖാൻ്റെത് ഇപ്പോഴും പൊട്ടിയിട്ടില്ല. അതാൾ ആഞ്ഞൂന്നി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കളി നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ബോൾ ഇടുക എന്നുള്ളതാണ്. ഒരാൾക്ക് 3 ത്രോ ഉണ്ടാവുക. ആ 3 ത്രോയിൽ ഏറ്റവും കൂടുതൽ എണ്ണം ആർക്കാണോ ബാസ്ക്കറ്റിലേക്ക് കറക്റ്റ് ഇടാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അമീറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കാഴ്ചകളാണ്, അതായത് നമ്മുടെ ഷോറൂം മാനേജറാണ് അമീർ ഭായിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ബോൾ അതിനകത്തേക്ക്, അതിൻ്റെ അടുത്തു കൂടെ പോയി, അകത്തേക്ക് നോക്കി അപ്പുറത്തൂടെ പോയി, അത്ര പറ്റുള്ളൂ. രണ്ടാമത്തെ ബോളും അതുപോലെ തന്നെ പോയി. ഇനി മൂന്നാമത്തെ ചാൻസ്, അതിനകത്ത് ചാടി പുറത്തോട്ട് പോയി. എന്താ ചെയ്യുക? അടുത്ത ആൾ അറിയാമെന്നു ഗഫൂർക്കയാണ്. അതും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആണ്. ശരിക്കും ആ ബക്കറ്റ് ശരിക്കും അവിടെ ഉറപ്പിക്കേണ്ടതായിരുന്നു അല്ലേ, എങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വീണതൊക്കെ അവിടെ തന്നെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ആളുടെ 2 ചാൻസ് അതിനകത്തേക്ക് ചാടിയെങ്കിലും പിന്നീട് അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം അരുണേട്ടൻ വന്നിട്ട് അവിടെ ചെറിയൊരു ബുദ്ധി പ്രയോഗിച്ചു, വേറൊരു വേസ്റ്റ് ബിൻ കൂടി അവിടെ എടുത്ത് വെച്ചു. അപ്പോൾ അതിന് ശേഷം എനിക്ക് തോന്നുന്നു അതിനകത്തേക്ക് ചാടുന്നത് അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. അതും അതിനകത്തേക്ക് ചാടി തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ ആ മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. രസകരമായൊരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഇങ്ങനത്തെ മത്സരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അടുത്ത ആൾ എറിയാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ അതും 2 ചാൻസ് മിസ്സായി. മൂന്നാമത്തെ ചാൻസും മിസ്സായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ പേരും അതായത് നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ എല്ലാവർക്കും ആസ്വദിക്കാം, എല്ലാവർക്കും ചെയ്യാം എന്നുള്ളതാണ്. അതിൽ വലിപ്പ ചെറുപ്പമോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ആർക്കും ഇങ്ങനത്തെ ഗെയിമൊക്കെ ആസ്വദിക്കാൻ പറ്റും. അത്തരം ഗെയിമുകളാണ് നമ്മൾ ഓണാഘോഷ പരിപാടികൾക്കൊക്കെ സംഘടിപ്പിക്കാറുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എനിക്ക് വളരെ രസകരമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. പിന്നെ നമ്മുടെ ഇർഫാനാണ് അറിയാൻ പോകുന്ന അടുത്ത്. ഇർഫാൻ്റെ ത്രോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് മിസ്, വേസ്റ്റ് ബിന്നിലേക്കാണ് ചാടിയത്. അപ്പോൾ നമ്മൾ ആ ബാസ്ക്കറ്റിലേക്ക് അടുത്തൊരു ചാൻസ്, 3 ചാൻസാണ് ഒരാൾക്കുള്ളത്. നെക്സ്റ്റ് ചാൻസ് അതിനകത്തേക്ക് ചാടിയിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എറിഞ്ഞതിൽ ഏകദേശം സക്സസ് ആയത് ഇർഫാൻ്റെതാണ്. അടുത്ത് ലാസ്റ്റ് ചാൻസ്, ഒരെണ്ണം കൂടി ഇട്ടാൽ നമുക്ക് കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പോയി, പോയി. ആ കപ്പ് അടുത്തു കൂടെ പോയി. ഇനി അടുത്ത് നമ്മൾ സുരേട്ടനാണ് വന്നിട്ടുള്ളത്. സുരേന്ദ്രേട്ടൻ്റെതും ചാടും. സക്സസ്, വെരി ഗുഡ്. ഇനി 2 ചാൻസ് കൂടി ഉണ്ട്. അതിലൊന്നും കൂടി ചാടിയാൽ നമുക്കൊരു സാധ്യത കാണുന്നുണ്ട്. സുരേട്ടാ നോക്കി കണ്ടോളൂ. പോയി മിസ്സായി. ഇനി ലാസ്റ്റ് ചാൻസ് ആണ്. അതെങ്കിലും ഇട്ട് സുരേട്ടാ, ഒന്ന് ഇട്ട് സുരേട്ടാ, പൊന്ന് സുരേട്ടാ. അതും പോയി, ജസ്റ്റ് മിസ്സാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് സാധ്യതകൾ എന്നുള്ളതാണ്. 1-2 ആളൊക്കെ ഓരോ പ്രാവശ്യം അതിലേക്ക് ചാടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ മാത്രമായിട്ടൊരു മത്സരം നടത്തട്ടെ എന്നുള്ളൊരു അഭിപ്രായമൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇപ്പം മിനി ചേച്ചിയാണ് എറിയുന്നത്. മിനിയുടേതും അതിനകത്തേക്ക് ചാടിയില്ല, പുറത്തൂടെ പോയി. ഇനി 2 ചാൻസ് കൂടി ഉണ്ട്. ആ 2 ചാൻസിൽ ഏതെങ്കിലും 1-2 അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ചാടിയില്ല. ഇനി ഒരു ചാൻസ് കൂടിയാണുള്ളത്. അതും ചാടാൻ സാധ്യതയുണ്ടോ നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ മിനിയും മൂന്നാമത്തെ ബോൾ സക്സസ് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ബാസ്ക്കറ്റിന്റെ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വന്നെറിയാൻ പോകുന്നു. അത് ദിലീപിന്റെ അതിനകത്തേക്ക് ചാടി. അങ്ങനെ അത് സക്സസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 ചാൻസാണുള്ളത്. അതിലേതെങ്കിലും ഒരെണ്ണം കൂടി അതിനകത്തേക്ക് ചാടിയാൽ മുൻഗണനയായി മുൻതൂക്കം കിട്ടും. പക്ഷെ ചാടിയില്ല. ഇത് ചാടുവോ? ചാടിയില്ല. എന്താണ്? നോക്കിയറിയോ? ചാൻസ്, ഇനി 2 ചാൻസ് കൂടിയുള്ളൂ. പോയി. അപ്പം അങ്ങനെ അതൊക്കെ മിസ്സായി.
ഇനി നമ്മുടെ ആശാനാണ് എറിയുന്നത് കേട്ടോ. ആശാൻ വളരെ കോൺഫിഡൻസിൽ വന്നതാണ്, പക്ഷെ അത് മിസ്സായി പോയി. At the cookout, grab a plate. Got ribs, got wings, I just can't wait. Talk smack with the homies, laugh till we cry. And the beat still bumps as the sun says goodbye. Now throw your അങ്ങനെ ഇതിപ്പോ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോയ ഷിബിലിയും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഈശ്വര നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറായി അങ്ങോട്ട് പോയത്. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ ആദ്യം ഓരോ തവണ ഇട്ടവര് തമ്മിൽ ഒരു മത്സരം, അവർ മത്സരിച്ചു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നിന്നും ഒരാളെ വിജയമായി പ്രഖ്യാപിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ആദ്യത്തെ തവണ നമ്മൾ കുറച്ച് പേര് ഓരോ തവണ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ശേഷം വരുന്നവർ ആ വിജയിച്ച ഓരോ തവണ ഇട്ടവർ തമ്മിൽ മത്സരിച്ചിട്ട് അതിലേതാണ് ആർക്കാണ് മുൻതൂക്കം കിട്ടുന്നതെന്ന് നോക്കാനുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഫസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു വിജയിനെ കണ്ടെത്താൻ പറ്റിയില്ല. കുറച്ച് പേരൊക്കെ ഓരോ റൗണ്ട്, അതായത് ഓരോ തവണ ഇട്ടു, മൂന്ന് റൗണ്ടിൽ ഓരോ തവണ ഇട്ടു. അങ്ങനെ 3 റൗണ്ടിൽ ഓരോ തവണ ഇട്ടവർ തമ്മിലൊന്ന് മത്സരിച്ചിട്ട് അവർക്ക് 3 ചാൻസ് കിട്ടും. സെക്കൻഡ് റൗണ്ടിലും 3 ചാൻസ് കൊടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരാൾ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അയാൾ വിജയിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത അമീർ 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇട്ടവരെല്ലാം 1 പ്രാവശ്യമൊക്കെ ഇട്ടു, പക്ഷേ പിന്നീട് അവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ആയതിനാൽ എന്ത് സംഭവിച്ചു, നമ്മുടെ ഷോറൂം മാനേജർ അമീർ ഭായ് തന്നെ ഈ ഒരു ഗെയിം കൊണ്ടുപോയി. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വളരെ രസകരമായ ഒരുപാട് സംഭവ വികാസങ്ങളും കോമഡികളും തമാശകളൊക്കെ ഉണ്ടായിരുന്നു. ലൈവായിട്ട് അവിടെ നിൽക്കുമ്പോൾ വളരെ രസകരമായ കുറേ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വളരെ കാലം കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളിലൂടെ കാണാൻ പറ്റുന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ ഓണത്തിന് എവിടെ ആയിരുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റുന്നുള്ളതല്ല ഒരു സന്തോഷം. അപ്പോൾ അതൊരു എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് അല്ലേ. ഇതുപോലെ ഒരു വ്ളോഗാക്കി വെക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്കിതിൽ ഒരു വരുമാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സംഭവം ആവുക എന്നതിലുപരി നമ്മളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എവിടെയൊക്കെ സഞ്ചരിച്ചു, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാലത്ത് എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ ആയിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ പൂക്കളം ഏകദേശം വൃത്തിയായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് എങ്ങോട്ടാണ്? സുന്ദരിക്ക് പൊട്ട് തൊടുക എന്ന മത്സരത്തിലേക്കാണ് കേട്ടോ. സുന്ദരിക്ക് പൊട്ട് തൊടാൻ റെഡി ആയിട്ട് എന്ത് മത്സരം ഉണ്ടെങ്കിലും ആദ്യം വരിക അരുണേട്ടനാണ്. അരുണേട്ടൻ നേരെ വന്നിട്ട് സുന്ദരനാണ് പൊട്ട് തൊട്ടത്. എന്താ ചെയ്യുക, നമ്മളൊരു സുന്ദരനായി പോയില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ അല്ല തൊടേണ്ടത്, അനീറോസിനെയാണ് തൊടേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആള് പിന്നെ ഇവിടെ തപ്പി കളിച്ചുകൊണ്ട് നിൽക്കുക. എന്താ ചെയ്യുക, എത്ര ഡിസ്റ്റൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരെ വന്നിട്ട് എൻ്റെ കണ്ണിലാണ് അനീറോസിൻ്റെ നെറ്റിയാന്നും പറഞ്ഞിട്ട് പൊട്ട് വെച്ചത്. എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ അരുണേട്ടനെ ഞാൻ അങ്ങോട്ട് വഴി കാണിച്ചു വിട്ടിട്ടുണ്ട്. നേരെ അനീറോസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസ്റ്റൻസിൽ പൊട്ട് തൊട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മത്സരം കടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അടുത്തത് ഗഫൂർക്കാണ്. ഗഫൂർക്ക് അതേപോലെ പോയിട്ട് എവിടെയാണ് തൊടുന്നത് എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഗഫൂർക്ക് നേരെ അതിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. എന്താണ് അവിടെ ഒന്നും അല്ല, അങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, അതൊക്കെ ക്യാഷ് കൗണ്ടറിൻ്റെ അങ്ങോട്ടല്ലേ പോകുന്നത്. നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഗ്ലാസിൻ്റെ അവിടെ അല്ലേ വെച്ചിട്ടുള്ളത്. നേരെ വന്നിട്ട് എവിടെ ഒട്ടിക്കുന്നത്, എൻ്റെ ഫോണിലാണ്.
അപ്പോൾ വളരെ രസകരമായ രീതിയിൽ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗഫൂർക്കാക്ക് കാര്യം മനസ്സിലായി, ആള് ഏകദേശം വഴി മനസ്സിലാക്കി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആള് ഹണി റോസിൻ്റെ അടുത്ത് എത്തും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആൾക്ക് ഏകദേശം റൂട്ട് മനസ്സിലായിട്ടുണ്ട്. ഹണി റോസിൻ്റെ വഴി അടുത്തേക്ക് എത്താനുള്ള വഴി, അങ്ങോട്ടുള്ള യാത്രയിലാണ് മൂപ്പര്. അപ്പം ഇപ്പോഴെത്തും എന്ന് നമുക്ക് തോന്നും. അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ തടസ്സങ്ങൾ വരുന്നുണ്ട്. അവിടെ എവിടെങ്കിലും പോയി വെച്ചാ കഴിഞ്ഞ്. ഇനി ഏതായാലും ആ ഗ്ലാസ്സിൽ അങ്ങോട്ട് വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഹണി റോസിൻ്റെ 7 അയലത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. ഓക്കെ, ട്രൈ അഗൈൻ ലേറ്റർ. Golden hour grin, city lights start to shine. West Coast flavor, every moment divine. You know. അടുത്ത നമ്മളെ മുത്തുമണി ഇർഫാന്റെ മാസ് എൻട്രിയാണ്. മുണ്ടൊക്കെ മടക്കി കുത്തി. ഇതിപ്പം ഞാൻ ശരിയാക്കി തരാന്നുള്ള ലെവലിലാണ് ആളുടെ വരവ്. അപ്പോൾ ആളിനി പോയിട്ട് എന്താ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതുവരെ കളിച്ചവർ രണ്ടുപേരും ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളായിരുന്നുകൊണ്ട് അവരെ കറക്കിയിട്ടില്ല. നമ്മളെ പയ്യനെ അവൻ 4 കറക്കലൊക്കെ കറക്കിയിട്ടാണ് വിട്ടിട്ടുള്ളത്. ഇവൻ ഏത് വഴിക്ക് പോകുന്നുള്ളത് തമ്പുരാനറിയാം. അപ്പോൾ ഏതായാലും ആള് കറക്കത്തിലൊന്നും വീണിട്ടില്ല. നേരെ ഹണി റോസിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ആള് ഐഡിയ ഉള്ള ആളാണ്. ഏകദേശം ചാണും മറ്റതൊക്കെ അളന്ന് കാര്യങ്ങളൊക്കെ ഏകദേശം നെറ്റിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവസാനം കൊണ്ട് പൊട്ട് വെക്കുന്നത് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഹണി റോസിൻ്റെ അടുത്തൊന്നും വെക്കൂല എന്നുള്ളതാണ്. അവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞ് ആൾ ഏകദേശം അതിൻ്റെ കുറേ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം കുറേ താഴെ കൊണ്ടുപോയി വെച്ചു. Cruising, grooving, feel that funky breeze. Oh yeah. Top boxing and setting spirits at ease. Come on, from the hills to the shore, ain't no second. അങ്ങനെ അടുത്ത പ്ലെയർ എത്തിയിട്ടുണ്ട്. കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിയാണ്. മിനി നേരെ പോയിട്ട് ആളുടെ ഹണി റോസിൻ്റെ ചുണ്ടത്താണ് ഒരു പൊട്ട് കുത്തിയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ വീഡിയോ ആണ്. ആളും കടുത്ത മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. City lights flicker where the sinners play preacher. Graffiti scriptures on train cars, a steel messenger. Cobblestone pathways, souls caught in a shuffle. Every breath's a gamble, life's one long scuffle. Sirens kiss the night with their mournful cries. നമ്മളെ കമ്മിറ്റി മുത്തുമണീനെ ഏകദേശം ഷിബിലി ചെറുതായിട്ടൊന്ന് ശരിയാക്കുന്നുണ്ട്. അപ്പുറത്ത് ഗ്ലാസ്മേക്ക് പോയപ്പോൾ എല്ലാവരും ഈ പേപ്പർ തപ്പിപ്പിടിച്ചിട്ട് ഗ്ലാസ് അല്ല പേപ്പർ നോക്കിയിട്ടാണ് സംഭവം വെക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് വേറൊരു പേപ്പർ വെച്ച് കൊടുത്തു. ആളാകുമ്പോൾ കൊണ്ടുപോയി ഒട്ടിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത് കേട്ടോ. അത് വളരെ കോമഡി ആയിട്ടുള്ള വളരെ രസകരമായ ഒരു അനുഭവം തന്നെ അവിടെ സമ്മാനിക്കേണ്ടായി. രസകരമായൊരു നിമിഷം അവിടെ സമ്മാനിക്കേണ്ടായി കേട്ടോ. വളരെ രസമായിരുന്നു. പിന്നെ അടുത്ത് നമ്മളെ ചേച്ചിയാണ്. ചേച്ചിയും പോകുന്നുണ്ട്. ചേച്ചിയും സക്സസ് ആയിട്ട് വരുന്നോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം. ചേച്ചിക്കും ഏകദേശം ഐഡിയ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് വെക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അവസാന നിമിഷം കയറി വന്ന ഒരാളെ കണ്ടില്ലേ നേരത്തെ ചേച്ചിയോടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്? ആളാണ് സമ്മാനം കൊണ്ട് പോകുന്നത്. ആള് ഡയറക്റ്റ് വന്നിട്ട് കറക്റ്റ് ഏകദേശം ഒരു നെറ്റീൻ്റെ അടുത്ത് നമ്മൾ ഇർഫാൻ ചെറുതായിട്ടൊന്ന് സഹായിക്കുന്നുണ്ടെങ്കിലും ആളാണ് വിജയിച്ചത്. അങ്ങനെ ഒരു വിജയിനെ നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. Concrete jungle sermons spilling in the veins, blood rivers flowing through urban chains, skyscrapers whisper the secrets they hold, above and below the streets stay cold. Clock ticking symphony, danger's baseline. Rats scurry faster, chasing shadowed lifelines. Moonlight hits the metal, chrome sparks glow. Temptation lingers, heavy where the shadows grow. Block wars wage where the cracks reveal scars. അങ്ങനെ നമ്മൾ ഏകദേശം കസ്റ്റമേഴ്സൊക്കെ വരാനുള്ള സമയമായപ്പോൾ നമ്മൾ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മളെ ഈ ഒരു ഡിസൈനിൽ ഷർട്ട് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഷോറൂം സ്റ്റാഫും
അത് ബ്ലാക്ക് ഡ്രസ് കോഡിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്കീം സ്റ്റാഫുമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള ഒരൊറ്റ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായ ഒരു ഓണാഘോഷത്തിന് ശേഷം ഇനി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളൊരു സദ്യ കൂടി കഴിച്ചാൽ നമ്മുടെ ഓണാഘോഷം സമ്പൂർണ്ണമാവാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു നിമിഷങ്ങളൊക്കെ സന്തോഷമായി സംഭവിക്കാൻ ഇടയാക്കിയ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതുപോലുള്ള ഒരുപാട് ആഘോഷങ്ങളിൽ ഇനിയും പങ്കെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു ആഘോഷത്തിന് ഓരോരുത്തരോടും സ്നേഹം. ഇതാണ് എൻ്റെ ടീം. അടിപൊളിയല്ലേ? ഞങ്ങൾ വൈബ് ടീമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ സദ്യയിലേക്ക് കടന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ പായസമൊക്കെ എടുത്ത് പറയേണ്ടതായിരുന്നു. കിടിലൻ അനുഭവമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ നന്നായിട്ട് നമ്മുടെ പയ്യന്മാരൊക്കെ കൊളീഗ്സൊക്കെ നന്നായിട്ട് അത് വിളമ്പാനും ഒക്കെ വളരെ സജീവമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. വളരെ രസകരമായ നമ്മളൊരു കുടുംബം പോലെ നമ്മൾ വളരെ ആസ്വദിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയെടുത്തത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു അനുഭവം. എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു സദ്യയൊക്കെ കഴിച്ച് ആണ് ഈ ഒരു ഓണാഘോഷം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓണാഘോഷത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നമ്മളെ വീഡിയോ കണ്ട നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതുപോലുള്ള വളരെ രസകരമായ ആഘോഷ നിമിഷങ്ങളും അതേപോലെ യാത്രാ അനുഭവങ്ങളും ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ നമുക്ക് വേണം, കമൻറ്റ് വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ എല്ലാ